മറ്റൊരു പ്രദേശവാസിയാണ് ചേരുന്നത്, ഷിഹാബ് കൊപ്പം ചേരുന്നു. ഷിഹാബ് കൊപ്പം ആ സ്ഥലത്തുണ്ട് എന്ന് കരുതുന്നു. എന്താണ് അവിടെ നിലവിലെ സാഹചര്യം? വീടുകളിലെയൊക്കെ അവസ്ഥ എങ്ങനെയാണ്? സ്ഥലത്തുണ്ട് വീടുകളിൽ നമുക്കറിയാം, ഇന്ന് രാവിലെ ശക്തമായ മഴയിൽ നമ്മുടെ കുപ്പം പ്രദേശത്ത് കുപ്പം ചുടല ദേശീയപാതയുടെ അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണത്തിന്റെ ഭാഗമായിക്കൊണ്ട് കഴിഞ്ഞ മെയ് 20 മുതൽ ഒരു മാസക്കാലമായി ഈ കുപ്പം പ്രദേശത്തുള്ളവർ വലിയ രീതിയിലുള്ള പ്രയാസങ്ങളാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് രാവിലെ പെയ്ത ശക്തമായ മഴയിൽ പുഴയിൽ നിന്നും വെള്ളം കുത്തിയൊലിച്ച് വരുന്നത് പോലെ, മലവെള്ളം വരുന്നത് പോലെയാണ് ഈ പ്രദേശത്തെ ഏകദേശം 60ഓളം വീടുകളിലേക്ക് ദുരന്തം പേറി എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് നേരത്തെ നിങ്ങൾ പരാതി നൽകിയിരുന്നോ? അധികൃതരുടെ ഒരു വീഴ്ച ഇവിടെ എടുത്ത് സൂചിപ്പിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ അധികൃതരോട് പറഞ്ഞിട്ടും ഇടപെടാത്ത ഒരു സാഹചര്യമാണോ അവിടെ? നമ്മൾ അധികാരികളൊക്കെ കണ്ട് ജില്ലാ കളക്ടറൊക്കെ വന്ന് സന്ദർശിച്ച ഒരു പ്രദേശമായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പേ ഞങ്ങൾ ഇതിന്റെ അശാസ്യത ചൂണ്ടിക്കാട്ടിയതായിരുന്നു. പിന്നെ നമ്മൾ കൃത്യമായ രീതിയിൽ ഇതിന്റെ നിർമ്മാണത്തിലെ പാകപ്പിഴവുകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷെ അന്നേരം ഒക്കെ ഒന്നും നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഇത് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ദേശീയപാത നിർമ്മാണം തന്നെയാണ് ഇതിന് കാരണം എന്നത് തന്നെ ഉറച്ചു നിൽക്കുന്നു അല്ലേ? എന്താ വെച്ചാൽ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടായി. ഈ ദേശീയപാതന്റെ നിർമ്മാണം ആരംഭിച്ചതിന് ശേഷമാണ് ഇത്ര രീതിയിലുള്ള ഈ ബുദ്ധിമുട്ടുകൾ നേരിടാൻ ഉണ്ടായത്. ഒരുപക്ഷെ ഒരു മഴ വരുമ്പോൾ ചെറിയ രീതിയിലുള്ള വെള്ളം കയറുന്നതല്ലാണ്ട് വേറെ രീതിയിലുള്ള ഒരു പ്രയാസങ്ങളും ഈ പ്രദേശത്തുള്ളവർക്ക് ഉണ്ടായിട്ടുണ്ടായില്ല. പക്ഷെ ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളായി ഇവിടെയുള്ളവർ ദുരിതം വേറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും അധികാരികളും പഞ്ചായത്ത് അധികാരികളും ഒക്കെ വന്ന് സന്ദർശിച്ച് നമുക്ക് എല്ലാം റെഡിയാക്കാം എന്ന് പറഞ്ഞു പോകുന്നതല്ലാണ്ട് ഇതുവരെ രീതിയിലുള്ള ഒരു ഇതും നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഇതുവരെ ചെയ്യാൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. ഷിഹാബിലേക്ക് തന്നെ തിരിച്ചെത്താം. ഷിഹാബ് പോകരുത്. ഇപ്പോൾ നമ്മുടെ കേരള വിഷൻ ന്യൂസ് പ്രതിനിധി റിയാസ് KMR ചേരുന്നത്. റിയാസ്, വളരെ കഷ്ടമാണ് അവിടെയുള്ള പ്രദേശവാസികളുടെ അവസ്ഥ എന്ന് പറയുന്നത്. അവർ പ്രധാനമായും നേരത്തെ തന്നെ അധികൃതരെ ഈ വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി എന്നുള്ളത് തന്നെയാണ്. എന്നിട്ട് പോലും അത്തരത്തിലൊരു നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തൊക്കെയാണ് റിയാസിന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ദുരിതമാണ് അവർ അനുഭവിക്കേണ്ടി വരുന്നത്. കണ്ണൂർ തളിപ്പറമ്പ് കുപ്പം എന്ന് പറയുന്ന പ്രദേശമാണിത്. കുപ്പത്തെ CH നഗർ എന്ന് പറയുന്ന പ്രദേശത്തെ 50ലധികം വീടുകളിലാണ് ഇപ്പോൾ ഈ ചെളിവെള്ളം കുത്തിയൊലിച്ചിറങ്ങി വീടിനകത്തേക്കുൾപ്പെടെ ഈ വെള്ളം ഒഴുകി കയറുന്ന സാഹചര്യമുള്ളത്. വീടിനകത്ത് കയറി അവരുടെ വാസയോഗ്യമല്ലാത്ത രീതിയിലേക്ക് മാറുന്നു. ആ ചെളിയൊക്കെ മഴ കുറയുന്ന സമയത്ത് നീക്കുകയും പക്ഷേ പിന്നാലെ മഴ പെയ്യുമ്പോൾ വീണ്ടും ചെളി വെള്ളം ഇരച്ചു കയറുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. വീടിന്റെ അകത്തൊക്കെ കസേരയിട്ട ഭാഗത്തും മറ്റുമൊക്കെയായി ഈ ചെളിവെള്ളം ഇരച്ചു കയറി ഇരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ഇതിന്റെ തൊട്ടുമുകളിലായാണ് ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്നത്. ഇതിന്റെ സ്ഥലമേറ്റെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെ ഈ നാട്ടുകാർ പറഞ്ഞിരുന്നു, തങ്ങളെ കൃത്യമായി മറ്റിടങ്ങളിലേക്ക് പുനരധിവസിപ്പിക്കുകയോ അല്ലെങ്കിൽ ഈ ഒരു പാത മറ്റൊരു രീതിയിലേക്ക് മാറ്റുകയോ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് വലിയ ഭവിഷ്യത്താണ് നേരിടേണ്ടി വരിക എന്നൊരു മുന്നറിയിപ്പ് ഇവർ നൽകിയിരുന്നു. മാത്രമല്ല, ഈ കുപ്പം പ്രദേശത്ത് ചുടല, അതായത് ഇത് തളിപ്പറമ്പ് പയ്യന്നൂർ റൂട്ടിലാണ് ഈ ഒരു പ്രദേശം നിലകൊള്ളുന്നത്. ഇവിടെ അതായത് ഇങ്ങനെ ഈ ചെളിവെള്ളം കുത്തിയൊലിച്ചിറങ്ങാനുള്ള സാധ്യതകളൊക്കെ നേരത്തെ തന്നെ ഉദ്യോഗസ്ഥരെ, ദേശീയപാത അതോറിറ്റി വിഭാഗം അധികൃതരെയായാലും റവന്യൂ വകുപ്പ് അധികൃതരെയായാലും ഒക്കെ ഈ നാട്ടുകാർ തന്നെ നേരത്തെ തന്നെ അവർക്ക് മുന്നറിയിപ്പ് നൽകിയതാണ്. പക്ഷെ അതെല്ലാം അധികൃതർ അവഗണിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നേരത്തെ ഇവിടെ ദേശീയപാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കെ മണ്ണിടിച്ചിലുണ്ടായി വലിയ വാർത്തയായ ഒരു സ്ഥലമാണ്. ഈ മെയ് 20 മുതൽ അങ്ങോട്ടേക്ക് ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതെല്ലാം തന്നെ കേരള വിഷൻ ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ ഇന്ന് മഴ ശക്തമായതോടുകൂടി വലിയ തോതിൽ ഇവിടെ നിന്നുള്ള ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് നിന്ന് ചെളിവെള്ളം കുത്തി ഒലിച്ചിറങ്ങി നമുക്ക് കാണാം. ഒരു വലിയൊരു തോട് ഒഴുകുന്നത് പോലെ അല്ലെങ്കിൽ ഒരു പുഴ ഒഴുകുന്നത് പോലെയായി ആ ചെളിവെള്ളം മുഴുവൻ കുത്തിയൊലിച്ചിറങ്ങി 60ഓളം വീടുകളിലേക്ക് വന്ന് കയറുന്ന ഒരു സാഹചര്യം ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ദുരിതമാണ്. അവർക്ക് ഒരു താമസിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യാനോ പറ്റാത്തത്ര ഒരു ഖേദകരമായ ഒരു അവസ്ഥ. ഇത് ഇന്ന് മഴ നിൽക്കുകയാണെങ്കിൽ പോലും 2-3 ദിവസം ഈ വെള്ളം വീട് മുഴുവൻ
ശുചീകരിക്കാൻ വേണ്ടി, വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങേണ്ടുന്ന ഒരു സാഹചര്യമാണ്. അവരെ സംബന്ധിച്ച് ഇത്തരം ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ താമസയോഗ്യമല്ലാത്ത രീതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. വളരെ ഒരു കെടുതിയാണ് ആ പ്രദേശവാസികൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ ഷിഹാബ് കുപ്പം അവിടുത്തെ പ്രദേശവാസിയാണ്. അദ്ദേഹം ഉൾപ്പെടെ പറഞ്ഞതുപോലെ വലിയ ദുരിതമാണ് അവർ അനുഭവിക്കുന്നത്. കാളിദാസ്, തീർച്ചയായും എന്തായാലും റിയാസിലേക്ക് തന്നെ തിരിച്ചെത്തും. നമ്മളിപ്പോൾ വീണ്ടും പ്രദേശവാസിയായ ഷിഹാബ് കൊപ്പത്തിലേക്ക് തന്നെ പോകുന്നു. ഷിഹാബ്, നേരത്തെയും ഈ ഒരു മെയ് 20-ന് ശേഷം ഇത്തരത്തിൽ വലിയൊരു അതിശക്തമായ മഴയിൽ അവിടുത്തെ ആ ഒരു ഭിത്തിയൊക്കെ തകരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ നമ്മളും കണ്ടതാണ്. അന്ന് മുതൽ ഈ ഒരു ദുരിതം തന്നെയാണ് എന്ന് തന്നെ പറയാമല്ലേ? തീർച്ചയായിട്ടും നമ്മൾ എന്ന് വെച്ചാൽ ഇത് മുന്നേ സൂചിപ്പിച്ചിരുന്നു. മഴ തുടങ്ങുന്നതിന് മുമ്പ് ഏകദേശം എന്ന് വെച്ചാൽ മെയ് മാസങ്ങളിൽ തന്നെ ഞങ്ങൾ അധികാരികളോട് ഇത് ആവശ്യപ്പെട്ടിരുന്നു. ചില അശാസ്ത്രീയമായ രീതിയിലാണ് ഈ കുന്നടിക്കുന്നത്. നമുക്കറിയാം, മഴയൊക്കെ ആരംഭിക്കുമ്പോൾ ഉള്ള ഒരു വലിയ രീതിയിൽ പ്രയാസങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ളത്. ഞങ്ങൾ ഒരു മാസക്കാലമായി കഴിഞ്ഞ മെയ് 20 മുതൽ ആരംഭിച്ച ഈ ദുരന്തമാണ് ഈ കുപ്പം പ്രദേശത്തുള്ളവർ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഉറങ്ങാത്ത ദിവസങ്ങളാണ് നമ്മളിൽ നിന്നും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് രാവിലെ ഇതാ ശക്തമായ മഴയിൽ ചളിവെള്ളം കുത്തിയൊലിച്ച് വന്ന് രാവിലെ സ്കൂളിൽ ഇന്ന് കളക്ടർ ലീവ് പ്രഖ്യാപിച്ചിരുന്നില്ല. പക്ഷേ സ്കൂളിലേക്കൊക്കെ പോകാൻ വേണ്ടി ചെറിയ കുട്ടികളൊക്കെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ വലിയ ദുരന്തമാണ് ഇന്ന് അനുഭവിച്ചത്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ പ്രദേശത്തുള്ളവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ കളക്ടറൊക്കെ ഡയറക്റ്റ് അതുപോലെ തഹസിൽദാറൊക്കെ വന്ന് സന്ദർശിച്ച ഒരു പ്രദേശമാണ്. അവർക്കൊക്കെ ഇത് അനുഭവിച്ചതാണ്. എന്താ വെച്ചാൽ ഈ പ്രദേശത്തുള്ളവർ സങ്കടങ്ങൾ അല്ലെങ്കിൽ ദുരന്തങ്ങൾ നേരിട്ട് കണ്ടവരാണ് ജില്ലാ കളക്ടർ അടക്കമുള്ളവർ. മുൻപേയും ആ ഒരു പ്രദേശം ഈ ഒരു നിർമ്മാണത്തിന് മുമ്പേയും മണ്ണിടിയുന്ന തരത്തിലുള്ള ഒരു പ്രദേശം തന്നെ ആയിരുന്നു അത്? അല്ലല്ല, എന്താ വെച്ചാൽ അശാസ്ത്രീയമായ രീതിയിൽ കുന്നടിച്ചതാണ് ഇത് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുള്ളത്. മുമ്പ് ഈ മണ്ണിടിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു. പറഞ്ഞോളൂ. മുമ്പ് മണ്ണിടുന്ന ഒരു പ്രദേശമായിരുന്നല്ലോ. അശാസ്ത്രീയമായ രീതിയിൽ കുന്നടിച്ചതാണ് ഇതിന് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുണ്ടായത്. ഷിഹാബ്, എന്തായാലും ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങൾ അങ്ങനെ രൂക്ഷമാകുന്നു. എന്താണ് ഈ പ്രദേശവാസികളുടെ, നമ്മുടെ എല്ലാവരുടെയും, ഷിഹാബിന്റെ അടക്കമുള്ള ആ നാട്ടുകാരുടെ നിലപാട് എന്താണ്? ഏറ്റവും ഒടുവിൽ ഇതിനെ സംബന്ധിച്ച് അധികൃതരെ ബന്ധപ്പെട്ടിരുന്നോ? അങ്ങനെയെങ്കിൽ അധികൃതർ എന്താണ് ഏറ്റവും അവസാനം നൽകുന്ന മറുപടി? ഇനി അങ്ങോട്ട് നിങ്ങളുടെ നിലപാട് എന്താണ്? അല്ല വെച്ചാല് ഞങ്ങളിനി ശക്തമായ പ്രക്ഷോഭങ്ങളായി മുന്നോട്ട് പോകാനാണ് ഞങ്ങളെന്ന് വെച്ചാല് അന്ന് മെയ് 21-ാം തീയതി